ഇതിനകത്ത് അത്രയും വേസ്റ്റാണ്. വേസ്റ്റ് ഒരു 2 മീറ്ററോളം കനത്തിൽ വേസ്റ്റ്. അതിൻ്റെ അടിയിൽ കൂടെ ഇപ്പം നമ്മൾ പോയത്. അപ്പോൾ ഇതുപോലെ അങ്ങ് അറ്റം വരെ വേസ്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയത്. ഇനി അപ്പുറത്ത് എത്രത്തോളം അങ്ങോട്ട് നീളമുണ്ടോ നോക്കിയിട്ട് വരട്ടെ. 7 മീറ്ററോളം ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോയി, വേസ്റ്റിൻ്റെ അടിയിൽ കൂടെ. അജിംഷാദ്, ഏതായാലും അദ്ദേഹം നൽകുന്ന വിവരമനുസരിച്ച് അവർ 7 മീറ്ററോളം ഈ വേസ്റ്റിനടിയിലൂടെ അവർ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ആ രീതിയിൽ ഒരു 7 മീറ്ററോളം ഇതിനടിയിൽ കൂടി ഇവർ 4 പേർ അടങ്ങുന്നുണ്ടോ അതിൻ്റെ എൻഡ് പോയി നോക്കിയിട്ട് വരാനാണ്. പല ചാക്കിന്ന് നെറ്റ് വരാൻ ലേറ്റ് ആവും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നത് പോയി നോക്കിയിട്ട് വരാൻ വേണ്ടി. വേസ്റ്റിൻ്റെ അടിയിൽ സ്ഥലമുണ്ട്, ആടുണ്ട്, ഈ ഒഴുക്കിൽ നിൽക്കില്ല. എന്തെങ്കിലും തടഞ്ഞു നിൽക്കുകയാണെങ്കിലേ ഉള്ളൂ. എന്നാലും നമ്മൾ ഏകദേശം ഏരിയ കവർ ചെയ്തിട്ടാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ ശക്തമായ ഒഴുക്കാണല്ലോ. അടിയിൽ നിൽക്കുന്ന ആളെ നമ്മൾ പിടിച്ചു നിർത്തിയേക്കാണ്. അതെ, ഇപ്പൊ അപ്പുറത്തെങ്ങാനും സാധ്യത ഉണ്ടോ എന്ന് നോക്കുക, അവിടെ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ തന്നെ തടഞ്ഞിരിക്കാനാണ് സാധ്യത. കുറവാണ്. ഈ വേസ്റ്റ് കിടക്കുന്നത് മാറ്റിയാലേ പിന്നെ ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും അയാൾ കുരുങ്ങിയിരിപ്പുണ്ട്. ഇതിന്റെ അടിയിൽ കംപ്ലീറ്റ് വേസ്റ്റ് ആണ്, തടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിലെങ്ങാനും തടഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൈവ് ചെയ്ത് നോക്കുന്നതിനേക്കാൾ കുറച്ച് അല്ലാതെ നോക്കുക ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഈ ആഴമുള്ള ഭാഗത്ത് കുറച്ച് ഭാഗത്തോടെ ഡൈവ് ഇത്രയും ഒഴുക്കുള്ള സമയത്ത് അതിന് ശ്രമിക്കാതിരിക്കുക. അതിന് മുന്നേ ഇത് കൂട്ടി മഴ വരും എന്നുള്ളത് അറിയാലോ. അപ്പോൾ അതിന് മുന്നേ ഇത് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു കുറച്ചുകൂടെ.